കാസർഗോഡ് നാലത്തടുക്കയിൽ ഒരു യുവതി ആത്മഹത്യ ചെയ്തു. ജസീല എന്നാണ് പേര്. മോഷണക്കുറ്റമാണ് ആരോപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആത്മഹത്യകളുടെ എണ്ണം എടുത്തു നോക്കുകയാണെങ്കിൽ കൂടി വരികയാണ്. ആരോപിതരാണ്, തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് സർ? ഇത് സൂചിപ്പിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം കേരളത്തിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിങ്ങനെ ഏതെങ്കിലും ഒരു ആത്മഹത്യ ഇല്ലാത്തൊരു ദിവസമില്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ഇത് ഈ ഇവിടുത്തെ ചാനലുകൾ ഈ ആത്മഹത്യ വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പറയുന്നു ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അത് അത് പറയുന്നത് പോലും ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് അത്തരത്തിലുള്ളൊരു പ്രത്യക്ഷ യുക്തിയിലൂടെ അല്ല മനുഷ്യൻ്റെ സ്വഭാവങ്ങളെ നിയന്ത്രിക്കാൻ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചാനലുകൾ ഇപ്പം അവർക്ക് ആത്മാർത്ഥമായ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ കണ്ടൻറ്റുകൾക്കുള്ളിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ എന്തെങ്കിലും ഉദാഹരണത്തിന് ഞാൻ പറയാം, ആത്മഹത്യ എന്താണ് പിന്നെ രഞ്ജിത്ത് ഈ സ്ത്രീയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ ഉടനെ അവിടെ നിൽക്കുന്ന ലേഖകനോടോ ലേഖിയോടോ ചോദിക്കുകയാണ് ചെയ്യുന്നത്, ഇല്ലേ? അതിൻ്റെ കാരണം മനസ്സിലാക്കേണ്ട സാധനം അടിസ്ഥാന കാരണം മാനസിക ആരോഗ്യമില്ലായ്മയാണ്. ഉദാഹരണത്തിന് സമാനമായ ഒരു കേസിൽ പേരുകട പോലീസ്, അല്ലേ, തിരുവനന്തപുരത്ത് ഒരു ദളിത് സ്ത്രീ ബിന്ദു എന്ന് പറഞ്ഞ ദളിത് സ്ത്രീയെ ഇതേപോലെ മാല മോഷ്ടിച്ചെന്നും പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തു. കുടിക്കാൻ വെള്ളം പോലും കൊടുത്തില്ല. വെള്ളം ആവശ്യപ്പെട്ടപ്പം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചിരുത്തി. അപ്പോൾ അവർക്ക് ബാത്റൂമിൽ പോലെടുത്ത് കുടിക്കാൻ പോലീസ് പറഞ്ഞു. ആ പീഡനത്തിൻ്റെ എല്ലാം നമ്മുടെ മുമ്പിലുണ്ടായാണ് വിവരം. പക്ഷേ അവരതിനെ പിടിച്ചു നിന്നു. അത് അവരുടെ മാനസികാരോഗ്യമാണ്. ആ മാനസികാരോഗ്യത്തിന് കാരണമായിട്ട് പ്രവർത്തിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം ആ സ്ത്രീയുടെ കുടുംബമായി ആ സ്ത്രീയുടെ കൂടെ നിന്നു എന്നുള്ളതാണ്, അല്ലേ? ആ സ്ത്രീയുടെ ഭർത്താവ് കൂടെ നിന്നു. അപ്പോൾ ഈ ആരോപണം ഉണ്ടായിട്ട് പോലും അയാളത് വിശ്വസിക്കാൻ തയ്യാറായിട്ടുണ്ടാവില്ല, വീട്ടുകാരും തയ്യാറായിട്ടില്ല. അപ്പോൾ ആ ഒരു കുടുംബ വ്യവസ്ഥയുടെ ഒരു പ്രതിഫലനമാണ് ബിന്ദുവിൽ റിഫ്ലക്റ്റ് ചെയ്തത്. ബിന്ദു നേരിട്ട ഒരു പീഡനമൊന്നും ഈ ജസീല നേരിട്ടില്ല. ഒരു ചോദ്യം ചെയ്യൽ മാത്രമേ നേരിട്ടുള്ളൂ, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ജസീലയുടെ ഭർത്താവിന്റെ കുടുംബാംഗങ്ങളും അയൽക്കാരും എല്ലാം, എന്തിനാ അവിടുത്തെ പഞ്ചായത്തിൻ്റെ പ്രതിനിധി പോലും, പ്രസിഡന്റാണോ മെമ്പറാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ ഞാൻ ബിന്ദുവിനെ റിഫ്ലക്റ്റ് ചെയ്ത് ഒരു വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നതാണെങ്കിലും ആ കുടുംബ ബന്ധത്തിൻ്റെ ഒരു ശക്തി ഈ സ്ത്രീയിലേക്കും പകർന്നു എന്നുള്ളതാണ്. അവിടെയാണ് ബിന്ദു പിടിച്ചു നിന്നത്. പക്ഷെ ഇവിടെ ജസീലയുടെ കേസ് എടുത്ത് നോക്കുമ്പോൾ ഇത് കേരളത്തിലെ ഇതൊരു വലിയ സംഭവം, തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബ വ്യവസ്ഥയുടെ അല്ലെ കുടുംബ സംവിധാനത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. കാരണം സ്വന്തം ഭർത്താവ് ഈ സ്ത്രീയെ, ജസീലെ, നീ കള്ളിയാണ്, നീയാണ് മോഷ്ടിച്ചതെന്ന് അയൽക്കാരോടും അവരുടെ ഈ ഭർത്താവിൻ്റെ ബന്ധുക്കളോടും ഒപ്പം ചെന്ന് ആക്ഷേപം ഉന്നയിക്കുന്ന സമയത്ത് പോലീസും അങ്ങനെ കരുതുന്നു, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ സ്ത്രീ ജീവിതത്തിൽ ഒറ്റപ്പെട്ടതുപോലുള്ള ഒരവസ്ഥ ഉണ്ടാകുന്നു. അവരുടെ കുടുംബജീവിതം തകർന്നു. അത് തിരിച്ചറിവാണ് അവരുടെ കുടുംബജീവിതം, അല്ലെങ്കിൽ തന്നെ വിശ്വസിക്കുന്ന ഒരു ഭർത്താവില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ആ യുവതിയിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പിന്നെ അവരുടെ മുമ്പിൽ ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലേക്കൊരു മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മാറിയിട്ട് അവരിങ്ങനെ വീണ്ടും ഒരു പക്ഷേ, എന്നിട്ട് മാത്രമല്ല ഇവരുടെ ഈ ജസീലയുടെ വീടിൻ്റെ, ഭർത്താവിൻ്റെ വീടിൻ്റെ ജസീലയുടെ വീടിൻ്റെ അവിടെ പോയിട്ടും ഈ നാട്ടുകാരെല്ലാം കൂടെ പ്രശ്നം ഉണ്ടാക്കി, അല്ലെങ്കിൽ നെയ്ബേഴ്സും മറ്റവരൊക്കെ വന്നിട്ട്, കാരണം അവർക്ക് നല്ല ധൈര്യമാണ്. കാരണം സ്വന്തം ഭർത്താവും വീട്ടുകാരും വിശ്വസിക്കുന്നു ഈ സ്ത്രീയാണ് മോഷ്ടിച്ചതെന്നുള്ളത്, അല്ലേ? എന്നിട്ട് അവരുടെ വീട്ടിൽ പോയി ജസീലയുടെ പേരൻസിനെയും നാട്ടുകാരുടെ മുമ്പിലും വളരെ മോശമാക്കുന്ന പെരുമാറുന്നു. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സ്ത്രീക്ക് ഇതിനെ നേരിടാനായിട്ടുള്ള ഒരു ധൈര്യം ഇല്ലാതെ വരുന്നു. ആ ധൈര്യം ഇല്ലാതെ വരുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളൊരു ഈ ജസീലയ്ക്ക് ഈ പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിൽ താൻ ഒറ്റപ്പെട്ടു, സമൂഹത്തിൽ കള്ളിയായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു സംഗതി വന്നപ്പോഴത്തേക്ക് അതിനെ നേരിടാനുള്ള ഒരു മാനസിക ധൈര്യം ഇല്ലാതെ വന്നു. അത് കുടുംബത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. അതാണ് കുടുംബ വ്യവസ്ഥ അവിടെ വരുന്നത്. ഇതിന്ന് കേരളത്തിലെ നല്ലൊരു ശതമാനം വീടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണത്. ഇത് ഒട്ടേറെ വാർത്തകൾ നമ്മുടെ മുമ്പിലുണ്ട്, അല്ലേ? ഇപ്പം കൊല്ലത്തൊരു RTO ഓഫീസിലുണ്ടായിരുന്ന ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, അയാളുടെ ഭാര്യ ആത്മഹത്യ ചെയ്ത്. ഇത്തരത്തിലുള്ള ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ
ഈ കുടുംബ ബന്ധങ്ങൾ തകരുന്നതിന് സാമ്പത്തികവും ഘടകമല്ലാതെ മാറി. ഇപ്പോൾ ഇവിടെയും ഈ പറഞ്ഞതുപോലെ ഈ ജസീലയുടെ വീട്ടിൽ നമ്മൾ മനസ്സിലാക്കുന്നത് തകർന്ന ദാമ്പത്യത്തിൻ്റെയും ആ ദാമ്പത്യം തകരുന്നതിന് ഭർത്താവിൻ്റെ വീട്ടുകാരും കൂടെ പിന്നെ ചേർന്നതിൻ്റെയും ഒക്കെ ഒരു തെളിവാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ തകരുന്ന കുടുംബ വ്യവസ്ഥയുടെ ഒരു അല്ലെങ്കിൽ ആ കുടുംബ ബന്ധങ്ങളുടെ ഒരു ചിത്രം കൂടിയാണ് ഈ പുറത്തു വരുന്നത്. ഇതിന് കൂട്ടു നിൽക്കാനായിട്ട് പോലീസും വരും. പോലീസ് എന്ന ഇത്തരം സന്ദർഭങ്ങളിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പല വ്യക്തികൾക്കും പല മാനസികാവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ മാനസികാവസ്ഥ ഉണ്ടാവണമെന്ന് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പോലീസിൻ്റെ കയ്യിൽ ഇത്തരത്തിലൊരു പരാതി കിട്ടുന്ന സമയത്ത് പോലീസും ഒന്ന് ചിന്തിക്കേണ്ട സാധനമാണ്. കാരണം ഈ ജസീലയുടെ ഭർത്താവ് പറയുന്നു അയൽക്കാരൻ്റെ അയൽ വീട്ടിലെ പിന്നെ സ്വർണം മോഷ്ടിച്ചത് തൻ്റെ ഭാര്യയാണ്. ഭർത്താവിൻ്റെ ബന്ധുക്കളും പറയുന്നു ഇവരാണ് മോഷ്ടിച്ചതെന്ന് പറയുന്നു. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടൊരു പോലീസിൻ്റെ ഒരു സംശയം ഉണ്ടാവേണ്ടതാണ്. എന്തുകൊണ്ട് ഈ ജസീലയ്ക്കെതിരെ ഈ മോഷണ കുറ്റം ഭർത്താവിൻ്റെ ബന്ധുക്കളും ഉന്നയിക്കുന്നു? അതെ, തിരിച്ചു ചോദിക്കാതെ അത് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് സിസ്റ്റത്തിൻ്റെ പ്രശ്നം വരുന്നത്. നമ്മുടെ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി, ഇതാണ് ഞാൻ പറഞ്ഞത്, ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മാനസികമായ അനാരോഗ്യാവസ്ഥയുടെ ഫലം കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ആരോഗ്യരംഗം നേരിടുന്നത്. അതേ അവസ്ഥ തന്നെയാണ് ആഭ്യന്തരമന്ത്രിയുടെ ഈ ഒരു എന്താ പറയുക ആരോഗ്യകരമല്ലാത്ത മനസ്സിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ പോലീസിലൂടെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. കാരണം കൃത്യമായ ട്രെയിനിങ്ങും ശാസ്ത്രീയമായ ഇന്നത്തെ കാലം ഒന്ന് ആലോചിച്ച് നോക്കുക, ശാസ്ത്രീയമായ ഇത് പരിശീലനത്തിനൊക്കെ സാധ്യതകളുണ്ട്. മാത്രമല്ല ഒരു പോലീസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ആദ്യം കിട്ടുന്ന വിവരം ശേഖരിക്കും, ഇല്ലേ? ഒരു മാല മോഷണം അല്ലെങ്കിൽ സ്വർണ്ണം മോഷണം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഇൻഫർമേഷനാണ്, ഇന്നടത്ത് ഇന്ന മോഷണം പോയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന വീട്ടിലെ അടുത്ത ആളിനെ സംശയമുണ്ട്, ഇന്ന വീട്ടിൽ വന്നിരുന്നു, അതിന് ശേഷമാണ് കാണാതെ പോയിരിക്കുന്നത്. ഓക്കെ, അതും നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് വെച്ചാൽ അങ്ങനെ ആദ്യം കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ്. പക്ഷെ എന്നാലും ഈ സ്ത്രീയുടെ ഭർത്താവിൻ്റെ കാര്യം ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടാണല്ലോ അടുത്ത വീട്ടിലേക്ക് പോകുന്നത്, അല്ലേ? അപ്പം ഈ ഭർത്താവിനോടൊപ്പം താമസിച്ചിരുന്ന സമയത്ത് തന്നെയാണ് അടുത്തൊട്ടയലത്തെ വീട്ടിൽ പോകുന്നത്. അപ്പോൾ ആ താമസിച്ച വീട്ടിലെ ഭർത്താവും അവരുടെ ബന്ധുക്കളും പറയുന്നു ഈ ജസീല തന്നെയാണ് മോഷ്ടിച്ചതെന്ന്. അങ്ങനെ അത് കേൾക്കുന്ന സമയത്ത് ഒരു സ്വാഭാവികമായിട്ടൊരു പോലീസിന് ഒരു സ്ത്രീയെ, ഒരു കുടുംബിനിയായിട്ടൊക്കെ ജീവിക്കുന്ന ഒരു സ്ത്രീയെ മോഷണക്കുറ്റത്തിൻ്റെ പേരിൽ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തുന്നതിന് മുമ്പ് വീണ്ടും ഒരു അന്വേഷണം നടത്താവുന്നതാണ്. ഇതിനകത്ത് വല്ല വസ്തുതയുണ്ടോ? എന്തുകൊണ്ട് ഈ ഭർത്താവിൻ്റെ ബന്ധുക്കളും ഇവരിൽ ഈ ഒരു മോഷണക്കുറ്റം ആരോപിക്കുന്നു? അതൊരു പക്ഷേങ്കിൽ ഒരു അവസരം ഉപയോഗിച്ച് ഈ സ്ത്രീയെ കള്ളിയാക്കി പീഡിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിക്കൂടെ എന്നുള്ളൊരു സ്വാഭാവിക ചിന്ത അവിടുത്തെ പോലീസിന് വന്നില്ല, അല്ലേ? അത് സ്വാഭാവികം ഉണ്ടാവേണ്ടതല്ലേ? ഇപ്പം ഇപ്പോൾ ഒരു വീട്ടിലൊരു സ്ത്രീയെ അയൽപക്കത്തുകാർ സാധാരണ നിലയിൽ ഈ മോഷണക്കുറ്റം ആരോപിക്കുകയാണെങ്കിൽ കട്ടിട്ടുണ്ടെങ്കിൽ പോലും വീട്ടിലുള്ളവർ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കും. അതിനു പകരം ഇത് എവരാണ് കട്ടത് എന്നുള്ള ഒരു ആശയം ഉന്നയിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ബന്ധുക്കൾ ഇതിങ്ങനെ ചെയ്യുന്നു എന്ന് ചിന്തിക്കാനുള്ളൊരു സാമാന്യ ബുദ്ധി പ്രവർത്തിക്കാനുള്ള ഒരു ശാസ്ത്രീയ അന്വേഷണ സമീപനം പോലും കേരള പോലീസിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ ഇത് മാതൃകാ പോലീസ് എന്നൊക്കെയാണല്ലോ സാർ പറയുന്നത്. നമ്മുടെ മാതൃകാ പോലീസാണിത്. ഇത് മാതൃകാ പോലീസ്. ഉദാഹരണത്തിന് നമ്മുടെ രക്ഷാപ്രവർത്തനം നടത്തിയ പോലീസിൻ്റെ എല്ലാം കണ്ടില്ലേ? മുഖ്യമന്ത്രി ഇപ്പം അക്രമാസക്തരായിട്ടുള്ള ആൾക്കാർ ആക്രമണം നടത്തുന്ന സമയത്ത് അതിനെ രക്ഷാപ്രവർത്തനം എന്ന് നമ്മുടെ മുഖ്യമന്ത്രി വിവരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ പോലീസിൻ്റെ മാതൃക ഇതാണ്, അല്ലേ? കാരണം മുഖ്യമന്ത്രിക്ക് വളരെ ബോധ്യപ്പെടുന്നു, ഈ ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത്, ആ ചെടിച്ചട്ടി എടുത്തുകൊണ്ട് കുറേ ആൾക്കാരെ അടിക്കാൻ വരുന്ന DYFI പ്രവർത്തകരോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരോ രക്ഷാപ്രവർത്തനം നടത്തുന്നു വിചാരിക്കുകയാണ്. അത് അദ്ദേഹം കണ്ട മാതിരി അത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടുത്തെ പോലീസ് ചെയ്തിരിക്കുന്നത്. ഭർത്താവിൻ്റെ ബന്ധുക്കളും അയൽക്കാരും പറയുന്നു ഈ ജസീലയാണ് മോഷ്ടിച്ചതെന്ന്. ഉടനെ പോലീസ് വിശ്വസിക്കുന്നു. ഇതാണ് പറയുന്നത്. മറിച്ച് ഒരു ആഭ്യന്തരമന്ത്രി ഒരു കൃത്യമായ ഒരു നിലപാട്, ആഭ്യന്തരമന്ത്രിയുടെ സമീപനം ഇന്നതാണ്, അന്വേഷണങ്ങളിൽ ശാസ്ത്രീയമായ രീതികൾ ഉപയോഗിക്കണം. ഒരു അന്വേഷണം ഒരു സ്ത്രീയെക്കുറിച്ച്, വിശേഷിച്ച് ഒരു സ്ത്രീയെക്കുറിച്ചോ കുട്ടിയെക്കുറിച്ചിട്ടോ ലഭിച്ചു കഴിഞ്ഞാൽ അത് അവരെ വെറും സംശയത്തിൻ്റെ പേരിൽ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ എന്തൊക്കെ തന്നെയാണെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഒരു മോഷണക്കുറ്റമായിട്ട് വരുത്തുക എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് ആ സ്ത്രീയെ ഒരു പെട്ടെന്ന് ആരോപണ വിധേയമാക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഒരു സ്ത്രീയെയും ഒരു കുട്ടിയെയൊക്കെ വിളിച്ച് സ്റ്റേഷനിലേക്ക് വരുത്തുന്ന സമയത്ത് അതിനു മുമ്പ് പ്രാഥമികമായ അന്വേഷണം നടത്തിയിട്ടായിരിക്കണം. അതല്ല എങ്കിൽ പോലീസ്, ഇപ്പം നമ്മുടെ നിയമം അതല്ലേ പറയുന്നത്, 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടിരുന്നാണ് അല്ലേ? അതെ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അവർ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വരുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഘാതം എത്രയാണെന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു ശാസ്ത്രീയ ബോധവും ഒരു മനുഷ്യത്വപരമായ സമീപനവും പോലീസിൻ്റെതായ ഒരു സ്വഭാവവും നമ്മുടെ കേരള പോലീസ് സേനയിൽ ഉണ്ടാക്കേണ്ടത് ഇത്തരം നിലപാടുകളിലൂടെയാണ്. മറിച്ച് ഈ അക്രമ സ്വഭാവത്തെ രക്ഷാപ്രവർത്തനമായിട്ട് ചിത്രീകരിക്കുന്ന മുഖ്യമന്ത്രിയാണ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് രീതിയിലും പ്രവർത്തിച്ചാലും പ്രശ്നമൊന്നുമില്ല എന്നുള്ള ഒരു പൊതു കൾച്ചർ, ഇങ്ങനെയാണ് സംസ്കാരം നയിക്കേണ്ടത്. ഈ സംസ്കാരം ഭൂതകാലത്തിലോ ഭാവിയിലോ പ്രവർത്തിക്കാനുള്ള സാധനമല്ല. സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുറേ നായകരുണ്ടല്ലോ, ഈ നായകർക്ക് തലയിൽ വെച്ചുകൊണ്ടാക്കാനുള്ള സാധനമല്ല. സംസ്കാരം എന്ന് പറയുന്നത് ഞാനും പ്രജിതയും തമ്മിൽ സംസാരിക്കുമ്പോൾ നമ്മളുടെ ഭാഷയിലും നമ്മളുടെ നോട്ടത്തിലും നമ്മുടെ ചലനത്തിലും പ്രാവർത്തികമാകേണ്ട അദൃശ്യവും എന്നാൽ അതിശക്തവുമായ ഘടകമാണ് സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പോലീസിനെ നയിക്കുന്ന സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ അക്രമ സ്വഭാവം കണ്ടു കഴിഞ്ഞാലും, ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ മരണം സംഭവിക്കാവുന്ന അക്രമ സംഭവം കണ്ടു കഴിഞ്ഞാലും അതിന് രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നൊരു ആഭ്യന്തരമന്ത്രി ഉണ്ടാകുന്ന സംസ്ഥാനത്തിൽ ആ സംസ്കാരം പോലീസ് സേനയിലേക്ക് പകരുന്നത് എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കാമെന്നുള്ളതാണ്. ഉത്തരവാദിത്വമില്ലായ്മ വരും. അപ്പോൾ പോലീസിൻ്റെ ഉത്തരവാദിത്തം അവിടെ മനസ്സിലാവാതെ വരും. ഇപ്പോൾ ഈ ആത്യന്തികമായിട്ട് ജസീലയുടെ മാനസിക ആരോഗ്യം കുറയുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മാനസിക ആരോഗ്യം കുറയുന്നത്? നമ്മുടെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ കാണുന്ന വലിയ വലിയ മാതൃകാ വ്യക്തികൾ, സാംസ്കാരിക നായകർ, മന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ, ഇവരിലൂടെ എല്ലാം പ്രവഹിക്കുന്ന ഒരു സാംസ്കാരികമായ ഘടകം എന്ന് പറയുന്നത് കുടുംബ മനുഷ്യബന്ധങ്ങളെയും അതേപോലെ തന്നെ സാമാന്യ ബുദ്ധിയെയും ഒക്കെ നശിപ്പിക്കുന്ന രീതിയിലുള്ള സാംസ്കാരിക ഘടകമാണ്. അതിൻ്റെ റിഫ്ലക്ഷനാണ്. പിന്നെ മാത്രമല്ല, ഒരു പരിഹാരത്തിന് ഇപ്പം നമ്മൾ പത്രത്തിലൊക്കെ തിരുവനന്തപുരത്തൊരു പോലീസുകാരനെ മാളിൽ വെച്ച് അടിച്ചു, പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ ഈ പോലീസുകാരുടെ ഇൻ്റർവ്യൂ പറയുക, എൻ്റെ മുമ്പിൽ ഇനി ആത്മഹത്യ മാത്രം എന്ന് വെച്ചാൽ ഒരു ഗതികേടുണ്ടെങ്കിൽ അടുത്ത പരിഹാരം ആത്മഹത്യയാണെന്നുള്ള പൊതു സമീപനം നമ്മുടെ മാധ്യമങ്ങളിലൂടെയും നമ്മുടെ വ്യക്തികളിലെല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് വന്നിരിക്കുന്നു. ഇതറിയാതെ നമ്മൾ സമീപിക്കുന്ന, സ്വാധീനിക്കുന്ന ഒരു സംസ്കാരമായി മാറുന്നു. ആ സംസ്കാരത്തിൻ്റെ പ്രതിഫലനമാണ് എനിക്കിനി നിവൃത്തിയില്ല ജീവിക്കാൻ എന്ന് പറയുന്ന അനാരോഗ്യാവസ്ഥ. ആ അനാരോഗ്യാവസ്ഥയുടെ ഒരു പ്രതിഫലനമാണ് ജസീലയിൽ പ്രകടമായത്. മൊത്തത്തിലുള്ള കുടുംബപരവും സാമൂഹികപരമായ അനാരോഗ്യകരമായ അവസ്ഥയാണ് ജസീലയുടെ കുടുംബത്തിൽ ഭർത്താവും ബന്ധുക്കളൊക്കെ ഉണ്ടായിട്ടും അവർ കള്ളിയായി ചിത്രീകരിക്കപ്പെട്ടത്. അപ്പം അത് സ്വാഭാവികമായിട്ടും, അപ്പം ഭർത്താവും വീട്ടുകാരും കള്ളിയാണെന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് സ്വർണം നഷ്ടപ്പെട്ട വീട്ടുകാർ, അയൽവാസികളും പറയുന്നതിന് കുറ്റമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ആരോഗ്യ അന്തരീക്ഷത്തെയും അത് വ്യക്തിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെയും വളരെ വ്യക്തമായ ഉദാഹരണമാണ്, ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ജസീലയുടെ ആത്മഹത്യ എന്ന് പറയുന്നത്. മാനസികമായ അനാരോഗ്യമില്ലായ്മയാണ്, അതിനനുസൃതമായ സംസ്കാരമാണ് നമ്മളെ ഇവിടുത്തെ സാംസ്കാരിക നായകരും അല്ലേ, പിന്നെ അതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മുടെ സംവിധാനങ്ങളെല്ലാം അനുനിമിഷം ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ്.